സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പരീക്ഷ എത്തിയല്ലേ, അതോടനുബന്ധിച്ച് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എത്ര പഠിച്ചിട്ടും തലയിൽ കയറാത്ത ഒരു സംഭവമാണ് ഈ വാസ്തുവിദ്യാ ശൈലി. കാരണം നമ്മളാരും വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് പിന്നെ അങ്ങോട്ട് ഡിഗ്രി, ഇതൊക്കെ പഠനത്തിലൊന്നും വാസ്തുവിദ്യയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വീടൊക്കെ വയ്ക്കുമ്പം ആശാരി വരുന്നു, കുറ്റിയടിക്കുന്നു, വീട് വയ്ക്കുന്നു അല്ലേ, നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ വാസ്തുവിദ്യയെ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടാവും, കേരളീയ വാസ്തുവിദ്യ. കാരണം പലരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കന്നിമൂല, വായുകോണ്, ഈശാനുകോണ് അല്ലേ, ഇതൊക്കെ എന്താണ്? പിന്നെ തെക്കിനി എന്നും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശ നോക്കി കിടന്നാൽ കുഴപ്പമുണ്ടോ, ഇരുന്നാൽ കുഴപ്പമുണ്ടോ? അതുപോലെ തന്നെ കന്നിമൂലയിൽ അടുക്കളയാകാമോ, കന്നിമൂലയിൽ കക്കൂസ് വയ്ക്കാമോ? ഇതൊക്കെ ഇങ്ങനെ പലരും ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ടാണ്. ഇത് ചോദ്യങ്ങളായിട്ട് വരികയും ചെയ്യും. നമുക്കുള്ള പ്രധാന ചോദ്യം എന്താണെന്നറിയാമോ? വായുകോണ് ഏത് ദിശയിലാണ്, ഈശാനുകോണ് ഏത് ദിശയിലാണ്, അഗ്നികോണ് ഏത് ദിശയിലാണ്, കന്നിമൂല ഏത് ദിശയിലാണ്? അപ്പോൾ ഈ ദിശ ഒന്ന് പഠിക്കാൻ ഒരു കോഡാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ട് മറന്നു പോകും. എത്ര ഭംഗിയായിട്ട് പഠിച്ചു വെച്ചാലും പരീക്ഷ എത്തുമ്പോൾ ഉറപ്പായിട്ട് മറക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ മറക്കാതിരിക്കാനായിട്ട് രസകരമായ ഒരു കോഡാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് നോക്കാം. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലി, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലൊരു പ്രധാന ടോപ്പിക്കാണിത്. ഉറപ്പായിട്ട് 2 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ ആണ്. ഇനി ദിശ അറിഞ്ഞൂടാത്ത പലരും ഇപ്പോഴും ഉണ്ട്. കുട്ടികളെ തന്നെ പറയും ദിശ അറിയാതെ ഉയറി നിൽക്കുകയാണെന്ന്. എങ്ങനെയാണ് ദിശ മനസ്സിലാക്കുന്നത്? പ്രഭാതത്തിൽ സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന, അതായത് ഇങ്ങനെ സൂര്യനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ മുഖം കിഴക്കോട്ടായിരിക്കും. അതായത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കിഴക്കല്ലേ, അപ്പം അങ്ങോട്ടായിരിക്കും നമ്മുടെ മുഖം. നമ്മുടെ ഇടതുവശം എന്ന് പറയുന്നത് വടക്ക് വശമാണ്. നമ്മുടെ വലതുവശം ഏതായിരിക്കും? തെക്കായിരിക്കും. നമ്മുടെ പിൻഭാഗം പടിഞ്ഞാറ്. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ സൂര്യനെ നോക്കി നിൽക്കുന്ന മുഖഭാവം കിഴക്ക്, ഇടതുവശം വടക്ക്, വലതുവശം തെക്ക്, നമ്മുടെ പിൻഭാഗം പടിഞ്ഞാറ്. ഇതുകൂടാതെ നമുക്ക് വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയും ദിശ മനസ്സിലാക്കാനൊക്കെ പറ്റും. എന്നാലും പണ്ടുള്ളവർക്ക് എന്ത് വടക്ക് നോക്കിയ യന്ത്രം? അവരൊക്കെ ഇത് സൂര്യൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിന്നാണ് ദിശയൊക്കെ കണ്ടുപിടിച്ചത്. പ്രധാനമായും 4 ദിശകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ 4 കോണുകളും ഉപയോഗിക്കും. ഏതൊക്കെയാണ് 4 ദിശകൾ? വടക്ക് അഥവാ നോർത്ത്, കിഴക്ക് അഥവാ ഈസ്റ്റ്, തെക്ക് അഥവാ സൗത്ത്, പടിഞ്ഞാറ് അഥവാ വെസ്റ്റ്. നമുക്കറിയാം വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഇവയാണ് പ്രധാനപ്പെട്ട ദിശകളെന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണെന്ന് നോക്കൂ. ഇങ്ങനെയാണ് നമ്മളൊരു ചാർട്ട്, ഒരു ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് വടക്ക്, ഇത് കിഴക്ക്. അപ്പോൾ വടക്ക്, കിഴക്ക്, സൗത്ത് അല്ല, വടക്ക്, ഈസ്റ്റ്, കിഴക്ക്, പടിഞ്ഞാറ്, സൗത്ത്, തെക്ക് അല്ലേ. അപ്പോൾ വടക്ക് ഞാൻ മലയാളത്തിലൂടെ എഴുതിയിടാം, തെക്ക്. യെസ്. അപ്പോൾ ഒന്നുകൂടെ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഒന്നുകൂടെ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇനി ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാലും മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ദിശ മലയാളത്തിൽ കൂടി അറിഞ്ഞിരിക്കണം. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഓക്കെ അല്ലേ? വടക്ക് പടിഞ്ഞാറ്, അതായത് എങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. ഇതിനെ വായുകോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയാമോ? വായുകോൺ വരുന്ന ദിശ ഏത്? വാപ്പയ്ക്ക് വായു കോഡ് എന്താണ്? വാപ്പയുടെ ഇപ്പം നമ്മളിൽ കളഞ്ഞു. വാപ്പ നമ്മൾ സ്നേഹം വരുമ്പോൾ വാപ്പ എന്ന് വിളിക്കൂലല്ലോ, വാപ്പ എന്ന് വിളിക്കൂലേ. അപ്പം അങ്ങനെ പഠിക്കൂ. വാപ്പയ്ക്ക് വായുവിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ വാപ്പയ്ക്ക് വായു, അതായത് വാന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വാന്ന് നീട്ടം വേണ്ട. വാപ്പയ്ക്ക് പറയുമ്പോൾ വാപ്പയ്ക്ക് വായു, എഴുതുമ്പോൾ വായു. അതായത് വടക്ക് പടിഞ്ഞാറ്. വായുകോൺ വരുന്നത് എവിടെയാണ്? വടക്ക് പടിഞ്ഞാറ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, വാപ്പയ്ക്ക് വായു, വടക്ക് പടിഞ്ഞാറ് വായുകോൺ. ഓക്കെ അല്ലേ? അപ്പോൾ വടക്ക് പടിഞ്ഞാറിനെയാണ് വായുകോൺ. വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത്, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ വെസ്റ്റ്. അതായത് നോർത്ത് വെസ്റ്റ് സൈഡാണ് വായുകോൺ വരുന്നത്. അപ്പോൾ വീടൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് വായുകോൺ കണ്ടുപിടിക്കുന്നത് ദിശാസൂചകമായി വാപ്പയ്ക്ക് വായു, വടക്ക് പടിഞ്ഞാറാണ് വായുകോൺ വരുന്നത്. ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും വായുകോൺ വരുന്ന ദിശ ഏതാണ്? വാപ്പയ്ക്ക് വായു, വടക്ക് പടിഞ്ഞാറ്. സെറ്റായേ? അത് മാത്രം ഇപ്പം നോക്കിയാൽ മതി. വടക്ക് പടിഞ്ഞാറ് എങ്ങാനും ഡയഗ്രമോ മറ്റോ ക്വസ്റ്റ്യനിൽ തന്നിട്ട് വടക്ക് പടിഞ്ഞാറ് ദിശ വരുന്നത് ഏത് ഭാഗത്ത് എന്ന് ചോദിച്ചു
ചോദിച്ചാൽ അങ്ങനെ ദിശാസൂചകമായി ചോദിക്കില്ല, എങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നൊക്കെ. വാപ്പയ്ക്ക് വായു എന്ന് ഉറച്ചു നിൽക്കുക. വാപ്പയ്ക്ക് വേറെ ഒരു അസുഖമില്ല, വായുവിൻ്റെ അസുഖമേ ഉള്ളൂ. അപ്പോൾ വാ പ വാ യു, വടക്ക് പടിഞ്ഞാറ്. ഇനി തെക്ക് പടിഞ്ഞാറ് അല്ലേ, തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല. സാധാരണ അതായത് തെക്ക് ഇതല്ലേ തെക്ക്, യെസ്, തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല വരുന്നത്. ഈ ആംഗിളാണ് കന്നിമൂല വരുന്നത്. അപ്പോൾ സാധാരണ ഒരു ആശാരി വന്ന് വീടിനെല്ലാം കുറ്റി അടിച്ചെല്ലാം കഴിയുമ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നതും പറയുന്നതൊക്കെ കന്നിമൂല ഭാഗമാണ്. കന്നിമൂല ഭാഗം നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണെന്നൊക്കെ പറയും. ഇതിന് നിര്യതി കോൺ എന്നും പറയും, നിര്യതി കോൺ അല്ലേ. എന്നിട്ട് അയാൾ എപ്പോഴും ചോദിക്കും, ഇത് എപ്പടിയുണ്ട്, കൊള്ളാമോ? കന്നിമൂലത ഇവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്, ഇത് എപ്പടി അല്ലേ. എപ്പടി എന്ന് ചോദിച്ചാൽ എന്താണ്, എങ്ങനെയുണ്ട്, ഇത് എപ്പടി, കൊള്ളാമോ? അപ്പോൾ ഓക്കെ, കന്നിമൂല എല്ലാം സെറ്റാണെന്ന് നമ്മൾ മറുപടി പറയും. ഇത് എപ്പടി, തെക്ക് പടിഞ്ഞാറ്, തെക്കെന്ന് പറഞ്ഞാൽ സൗത്ത്, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ വെസ്റ്റ്. അങ്ങനെ ആശാരി വന്ന് വീടിന് കുറ്റി അടിച്ചിട്ട് തെപ്പടി, കൊള്ളാമോ? ഇതെപ്പടി എന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറ്. ആദ്യത്തേത് എന്തായിരുന്നു, വായുകോണ്, വാപ്പയ്ക്ക് വായു, അതായത് വടക്ക് പടിഞ്ഞാറ്. ഇനി കന്നിമൂല ഇതെപ്പടി, കന്നിമൂല ഇതെപ്പടി, എങ്ങനെയുണ്ട് അല്ലേ, തെക്ക് പടിഞ്ഞാറ്. ഇനി നോക്കണേ, വടക്ക് കിഴക്ക്, വടക്ക് ഇതാണ്, വടക്ക് കിഴക്കാണ് ഈശാനുകോൺ. ഈശാനുകോണും ഇതുപോലെ ദേവപ്രതിഷ്ഠ, അതായത് അമ്പലമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈശാനുകോൺ ശ്രദ്ധിച്ച് ഈശാനുകോൺ അഭിമുഖമായൊക്കെയാണ് വെക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കൊച്ചിനോട് പറയും, മോനെ നീ എന്ത് ചെയ്യരുത്, ഇംഗ്ലീഷിലാണ് ആ മമ്മി സംസാരിക്കുന്നത്, മോനെ നീ ഈശാനുകോണിലൊന്നും ഒറ്റയ്ക്ക് പോയി ഇരിക്കരുത്. ഈശാനുകോണിൽ നീ, മോനെ നീ ഈശാനുകോണിൽ പോയിരിക്കും, നീ NE, നമ്മൾ മൊബൈലിലൊക്കെ നീ എന്ന് ടൈപ്പ് ചെയ്യുന്ന NE എന്നല്ലേ. നീ ഈശാനുകോണിൽ പോയി ഇരിക്കല്ലേ, അതായത് നോർത്ത് ഈസ്റ്റ്. നീ മോനെ നീ ഈശാനുകോണിൽ പോയി ഇരിക്കരുത്, നീ NE, മോനെ നീ ഈശാനുകോണിൽ പോയി ഇരിക്കരുത്. വാപ്പയ്ക്ക് വായു, വടക്ക് പടിഞ്ഞാറ് വായുകോണ് അല്ലേ. കന്നിമൂല ഇത് എപ്പടി അല്ലെ, തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഓർ നിര്യതി കോൺ. ഇനി ഈശാനുകോണം, മോനെ നീ പോയി അവിടെ ഇരിക്കരുത്, NE, നീ അവിടെ പോയി ഇരിക്കരുത്. ഇനി തെക്ക് കിഴക്ക്, മണിച്ചിത്രത്താഴ് സിനിമയില തെക്കിനിയിലല്ലേ തീ പിടിച്ചത്. അപ്പൊ തെക്കിനിയിൽ തീ പിടിച്ചു, തെക്കിനിയില് അവിടെ ഇക്കയൊക്കെ കളയാണ് എല്ലാത്തിൻ്റെയും. അപ്പൊ തെക്കിനിയിലാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ തെക്കിനിയിൽ തീ പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം തെക്കിനി എന്ന് ഓർത്താൽ മതി. തെക്ക് കിഴക്ക് എന്താ, അഗ്നികോണ്. അപ്പം തെക്കിനിയിൽ, അവിടെ മാടമ്പിള്ളി മനയിൽ തെക്കിനിയിലല്ലേ ഗംഗ കയറി പോയത്. അപ്പം അവിടെ തെക്കിനിയിൽ വെച്ചിട്ടാണ് അവളെ സാരിക്കൊക്കെ തീ പിടിക്കുന്നത്. തെക്കിനി അഗ്നികോൺ. അപ്പം തെക്കിനി അഗ്നികോൺ, തെക്ക് കിഴക്ക്, തെക്കിനിയുടെ തെക്ക് കിഴക്ക്, അല്ലെങ്കിൽ ഇത് മറന്നു പോകും. അതുകൊണ്ടാണ് ഇനി ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കണം. ആദ്യ 4 കോണുകൾ എഴുതാം നമുക്ക്. ആദ്യത്തേത് വായുകോൺ. ആദ്യത്തെ എന്താണ്, വായുകോൺ. അവിടെ ഞാൻ പറഞ്ഞ കോഡ് എടുക്കുക, വാപ്പയ്ക്ക് വായു, വടക്ക് പടിഞ്ഞാറ്. ഇനി രണ്ടാമത്തത് നമ്മൾ എടുത്തത് വായുകോൺ കഴിഞ്ഞിട്ട് കന്നിമൂലയല്ലേ, അതായത് നിര്യതി കോൺ ഓർ കന്നിമൂല, നിര്യതി കോൺ ഓർ കന്നിമൂല. ആശാരി വന്ന് കുറ്റി അടിച്ചിട്ട് നമ്മളടുത്ത് ചോദിച്ചാൽ എന്താണ്, ഇത് എപ്പടി, കൊള്ളാമോ, തെക്ക് പടിഞ്ഞാറ്. കിട്ടിയോ? യെസ്. മൂന്നാമത്തത് ചെക്കൻ പോയി എപ്പോഴും ഈശാനുകോണിൽ ഒറ്റയ്ക്കിരിക്കും. ദേവകളുടെയൊക്കെ ആവാസം അല്ലെങ്കിൽ ദേവകളുടെയൊക്കെ ആസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. മോനെ നീ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കല്ലേ, ഈശാനുകോണിൽ മോനെ നീ അവിടെ പോയി ഇരിക്കരുതേ. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് അല്ലേ, അതങ്ങനെ തന്നെ നോർത്ത് ഈസ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അവസാനത്തേത് അഗ്നികോണ്. മണിച്ചിത്രത്താഴിൽ തീ പിടിച്ചത് എവിടെയാണ്, തെക്കിനിയിലല്ലേ, തെക്കിനി. അപ്പോൾ തെക്ക് കിഴക്ക്, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഇങ്ങനെ നമ്മൾ ബഹളം വെച്ച് അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് ആകെ പരവശരാകുന്നത്. ഒന്നുമില്ല, വസുവിദ്യാ ശൈലിയിലെ 4 കോണുകളും ദിശയും സെറ്റായില്ലേ. വായുകോൺ, നിര്യതി കോൺ ഓർ കന്നിമൂല, ഈശാനുകോൺ, അതുപോലെ അഗ്നികോൺ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് സ്മരിച്ചോളൂ. എന്തായാലും 2 മാർക്ക് ഉറപ്പിക്കാം നമുക്ക്. വാസ്തുവിദ്യാ ശൈലിയിലെ കോണുകളും ദിശകളും എന്ന വിഭാഗത്തിൽ നിന്ന് ഡയഗ്രാം വരച്ച് വേണമെങ്കിലും പഠിക്കാം. പാപ്പയ്ക്ക് വായു, അതുപോലെ ഇത് എപ്പടി, തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, നീ അവിടെ പോയിരിക്കരുത്, NE. അതുപോലെ തന്നെ തെക്കിനിയിൽ തീ പിടിച്ചു, അഗ്നികോൺ വരുന്നത് തെക്ക് കിഴക്കാണ്. ഓക്കെ, ബൈ.